പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയതിൽ സർക്കാരിനെ വിമർശിച്ച് CPIM നേതാവ് ജി സുധാകരൻ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ഭരണത്തിനാകണമെന്ന് സുധാകരൻ മീഡിയ വണ്ണോട് പറഞ്ഞു. പത്തനംതിട്ട സംഭവത്തിൽ സസ്പെൻഷനല്ല പുറത്താക്കൽ നടപടിയാണ് വേണ്ടത്. മന്ത്രി പറഞ്ഞിട്ടും കേൾക്കാത്ത ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നത് തെറ്റാണെന്നും ജി സുധാകരൻ പറഞ്ഞു. ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിവില്ലാതെ വരേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അങ്ങനെ സംഭവമില്ലല്ലോ. പത്തനംതിട്ടയിലെ സംഭവം ഉദ്യോഗസ്ഥന്മാർ അവിടെ ചുമതല നിർവഹിച്ചില്ല. ശമ്പളം വാങ്ങിയിട്ട് ആളെ കൊല്ലിക്കുന്ന പരിപാടിയാണ് അവർ നടത്തിയത്. അതിന് തക്ക ശിക്ഷ അവർക്ക് കൊടുക്കണം. ഇതിനൊക്കെയുള്ള സംഭവങ്ങൾ കാരണം ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരില്ലേ, പലതരക്കാർക്കല്ലേ, അവർക്ക് വല്ല ട്രെയിനിങ്ങും ഉണ്ടോ? മന്ത്രിമാരൊക്കെ അധികാരത്തിലേറുമ്പോൾ MLA പോലും സത്യപ്രതിജ്ഞ ചെയ്യണ്ടേ? MP മാരും കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യണ്ടേ? ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യണ്ടേ? ഇന്ത്യൻ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യണ്ടേ? ഉദ്യോഗസ്ഥന്മാർ സത്യപ്രതിജ്ഞ ഉണ്ടോ? ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലേ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേരുന്നതല്ലേ? എന്തുകൊണ്ട് അവർക്ക് സത്യപ്രതിജ്ഞ വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഓരോ ഉദ്യോഗസ്ഥനും സർക്കാർ സർവീസിൽ PSC വഴി കയറുന്ന ഓരോ ഉദ്യോഗസ്ഥനും സത്യപ്രതിജ്ഞ ചെയ്യണം. ഉണ്ടോ? ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ പഴയ രീതി തുടരുകയാണ്. ഒരു മാറ്റങ്ങളും ഇല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ പഴഞ്ഞ സാധനം ഭരണകൂടത്തിന് എന്നേ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ മൂവബിലിറ്റിയൊക്കെ ഇല്ലാതായിപ്പോയി. മുടന്തി നീങ്ങുകയാണ്. ഇന്ത്യൻ ഭരണകൂടത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഈ കൊച്ചു സ്റ്റേറ്റിനെ പറ്റിയല്ല. പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ പിന്നെ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കരുത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സസ്പെൻഷൻ ആദ്യത്തെ 6 മാസം പകുതി ശമ്പളവും ജോലി ചെയ്യാതെ, അത് കഴിഞ്ഞ് പൂർണ്ണ ശമ്പളവും കിട്ടും. സസ്പെൻഷൻ പിൻവലിക്കുന്ന പരമസുഖമല്ലേ? സസ്പെൻഷൻ ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. വേറെ ചിട്ടി നടത്താനോ കച്ചവടം നടത്താനോ എത്രയോ പേരുണ്ട്. സസ്പെൻഷൻ ചോദിച്ചു കഴിഞ്ഞ് വാങ്ങും, എന്നിട്ട് വേറെ പണിക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു നാടാണ്. ബ്യൂറോക്രസി എന്ത് വൃത്തികേടും കാണിക്കും. എന്ത് വൃത്തികേട്! അതാണ് ബ്യൂറോക്രസി. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലാം ബ്യൂറോക്രസി അങ്ങനെയാണ്. ഷൈജു വിവരങ്ങളുമായി. ഷൈജു, സുധാകരൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൽ മാത്രം, അതിൻ്റെ മെറിറ്റ് മാത്രം എടുത്തുള്ള വിമർശനമാണോ, അതോ അദ്ദേഹം മൊത്തത്തിൽ സർക്കാർ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വിശാല വിമർശനം ഉന്നയിക്കുകയാണോ? മറ്റ് പല ഏരിയകളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? നിഷാദ്, ജി സുധാകരൻ അഡ്രസ്സ് ചെയ്യുന്നത് ഈ പത്തനംതിട്ടയിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാകുമ്പോൾ പോലും ഏതാണ്ട് നിഷാദ് സൂചിപ്പിച്ചതുപോലെ വിശാലാർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം അദ്ദേഹം ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവണത നടത്തുന്നത്. അവർ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അധികാരത്തിലിരിക്കുന്നവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ അവർ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നില്ല, അവർക്ക് എന്തുമാകാം എന്നൊരു ഭാവം ഉണ്ട്. അതുകൊണ്ട് ഈ പത്തനംതിട്ട സംഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ നീങ്ങാത്ത പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി പറയുന്നു ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന്. അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒക്കെ ഇത് പറഞ്ഞിരുന്നതാണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഫയൽ നീങ്ങും എന്ന് വിചാരിക്കരുത്. കാരണം ഉപദേശം കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല ഫയൽ നീങ്ങാത്തതിൻ്റെ പ്രശ്നം. അത് ഭരണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി അവർ കൈകാര്യം ചെയ്യുക എന്നതാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല. ഏതെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ സസ്പെൻഷൻ നടത്തുന്നു. സസ്പെൻഷൻ അതൊരു ശരിക്കുമുള്ള ശിക്ഷയല്ല. കാരണം സസ്പെൻഡ് ചെയ്യുമ്പോൾ ആ സസ്പെൻഷൻ കാലയളവിൽ പകുതി ശമ്പളം കിട്ടുന്നു, സസ്പെൻഷൻ പിൻവലിച്ചാൽ മുഴു ശമ്പളം കിട്ടുന്നു. സസ്പെൻഷൻ പോലും പലരും ചോദിച്ചു വാങ്ങി വേറെ പണിക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ ഈ മുഴുവൻ ശമ്പളവും ലഭിക്കുന്നു. അതുകൊണ്ട് ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ശിക്ഷയല്ല, അത് ഡിസ്മിസ് ചെയ്യണം, പുറത്താക്കണം എന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ